ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നാട്ടുകാരെ, സഹോദരിമാരെ അടുത്തിരിക്കുമ്പോൾ എനിക്കറിയാം കാര്യം പറഞ്ഞത്. ഓക്കെ. അതുപോലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മക്കളാണ്. സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം നന്നായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നു. അതിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം? പറയാൻ പറ്റുമോ മക്കൾക്ക്? എന്താ സ്വാതന്ത്ര്യം? ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ മാത്രം സംസാരിക്കില്ല, നിങ്ങളോട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഉത്തരം പറയണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചോദ്യം ഉറപ്പായിട്ടുള്ളൂ. സ്വാതന്ത്ര്യം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൈ നീട്ടാനുള്ള, കൈ വീശാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലേ? ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ആ വീശുന്ന കൈ, ആ നീട്ടുന്ന കൈ വേറൊരാളുടെ മൂക്കിൻ്റെ അറ്റത്ത്, അവിടെ നമ്മുടെ സ്വാതന്ത്ര്യം അവസാനിച്ചു. അത് വേറൊരാളുടെ അടുത്ത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും. നമ്മൾ സമാധാനമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം ഈ ലോകത്തിൽ. അത് നമ്മൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമ്മൾ കാരണം വേറൊരാൾ ബുദ്ധിമുട്ടിലാവരുത്, അതും നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. 79ാമത്തെ വർഷം നമ്മളിപ്പോൾ ഈ സമയം ആഘോഷിക്കുമ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി കുറേ സ്വാതന്ത്ര്യ സമര സേനാനികൾ ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ടു, ത്യാഗം സഹിച്ചു, ഈവൻ മരണപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുറേ രക്തസാക്ഷികളായിട്ടുണ്ട്. അവരൊക്കെ ഈ ഒരു കാര്യം ചെയ്തത് അവർക്ക് ജീവിച്ചു പോകാൻ മാത്രമല്ല, അവര് നമ്മൾക്ക്, ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഇത് കഴിഞ്ഞ് നിങ്ങളുടെ തലമുറ വരുന്നു, ഇതുപോലെ തലമുറകളായി സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാനും നമ്മുടെ ഈ ഒരു ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും മേലേക്ക് ഉയരാനും വേണ്ടി മാത്രമാണ് അവർ ആ സ്വപ്നം കണ്ടുകൊണ്ട് ഇത് ചെയ്തത്. അങ്ങനെ കണ്ട സ്വപ്നത്തിൽ ഇന്നത്തെ സിറ്റുവേഷൻ, ഇന്നത്തെ സ്ഥിതി നമ്മൾ എന്താണ് എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അവിടെ നമ്മൾക്ക് വേണ്ടത്, നമ്മൾ സമാധാനത്തിലും സന്തോഷത്തിലും ആണോ ജീവിക്കണേ? വെരി ഗുഡ്, അത് തുടരുക. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് നമുക്കത് ഒരുക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളതിൽ വിജയിച്ചു. അതാണ് അവരുടെ ആശയങ്ങളും സ്വപ്നങ്ങളും ആയിരുന്നത്. അപ്പോൾ ഇങ്ങനെ സമാധാനം, സന്തോഷം നമ്മൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അബ്ദുൽ കലാം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളാണ്. ആരാണ്? ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു 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 പുണ്യവാളെന്നോ എന്താ പറയാൻ പറ്റിയ മനുഷ്യനെ കുറിച്ച്. ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരാളാണ് അബ്ദുൽ കലാം. അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് ലോകം മുഴുവൻ നമുക്ക് നന്നാക്കണം. എങ്ങനെ ലോകം മുഴുവൻ നന്നാക്കുകയെന്ന് അബ്ദുൽ കലാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? അറിയായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നന്നാവണമെങ്കിൽ ആദ്യം ഒരു കുടുംബം നന്നാവണം. കുടുംബത്തിൽ മാതാപിതാക്കൾ, മക്കൾ, അവർ സന്തോഷമായിട്ടും സമാധാനമായിട്ടും നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവരുടെ അയൽവക്കക്കാർ അത് കണ്ട് ആ ഒരു സമൂഹം നന്നാവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ആ പഞ്ചായത്ത് നന്നാവും.